നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുകളും അതുപോലെ ഡൈപോളറൈസേഷനെ കുറിച്ചും അതുപോലെ ഡൈപോളുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂളിലെ അവസാന പോർഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കപ്പാസിറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററുകൾ ഏതൊക്കെയാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റെസിസ്റ്റേഴ്സ് പഠിച്ചു, അതുപോലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്ത് പഠിച്ചു, ഡിഫറെൻറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സെമി കണ്ടക്ടറുകളോടുള്ള ഡയോഡിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്ററുകളെ കുറിച്ചൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇൻഡക്ടറുകൾ പഠിച്ചു. അപ്പോൾ അതുപോലെ നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് കപ്പാസിറ്ററുകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോളറൈസേഷൻ അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കപ്പാസിറ്റീവ് എനർജീനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷന് വേണ്ടിയിട്ടാണ് ഡൈപോൾ ഉണ്ടാകുന്നത്. എന്തിനാണ് എന്ന് പറഞ്ഞത് അല്ലേ, എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുകളാണ് എന്തെന്ന് പറഞ്ഞത് ഡൈപോൾ ഉണ്ടാകാനായിട്ടുള്ള കഴിവായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കപ്പാസിറ്ററുകളാണ്, എങ്ങനെയാണ് ആ കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് capacitors are manufactured in many forms, styles, lengths, grids and form many materials. They all contain at least two electrical conductors separated by an insulating layer called dielectric. Capacitors are widely used as a part of electrical circuit in many common electrical devices. അതായത് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത് പല സൈസിലും പല ഫോമിലും പല സ്റ്റൈലിലും പല ലെങ്ത്തിലും പല ഫാരഡുകൾ, അതായത് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്, അതുപോലെ പല ഫാരഡുകളിലും അതുപോലെ പല മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്, കപ്പാസിറ്റർ ഉണ്ടാക്കും. പക്ഷെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റർ ഉണ്ടാക്കിയാലും കപ്പാസിറ്ററിൻ്റെ കോമൺ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ രീതിയിലാണ്. അതായത് രണ്ട് ഇലക്ട്രിക്കൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളുടെ ഇടയിൽ ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഡൈലക്ട്രിക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡൈലക്ട്രിക് മെറ്റീരിയലുകളെ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി ഉള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുകളെ വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കപ്പാസിറ്ററുകളെ നമ്മൾ പല ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിലും ഇലക്ട്രോണിക് സിസ്റ്റങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നതും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററുകളും ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളാണ് മെയിൻ മെറ്റീരിയൽസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പാരാമീറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സിസ്റ്റം കൊണ്ടു നടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പാരാമീറ്റേഴ്സിൽ ഒന്നാണ്, ഇമ്പോർട്ടൻ്റ് പാരാമീറ്ററിൽ പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നതിനെ നമുക്കറിയാം, നമ്മൾ റെസിസ്റ്ററുകളായാലും ഇൻഡക്ടറുകളായാലും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ, ഫിക്സഡ് റെസിസ്റ്ററുകൾ എന്നും വേരിയബിൾ റെസിസ്റ്ററുകൾ എന്നും. അതുപോലെ തന്നെ കപ്പാസിറ്ററിനെയും നമുക്ക് എന്തായി തരംതിരിക്കാം, രണ്ടായിട്ട് തരംതിരിക്കാം, ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എന്നും വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്നും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് distinction for capacitors in whether they are fixed or variable. The greatest majority of capacity by far fixed capacitor, they do not have any adjustment. However, in some instances it may be necessary to have adjustable or variable capacitor where the value of the capacitor may be need to be varied. Typically these capacitors are relatively low in value, sometimes having maximum up to 100 picofarad. Variable capacitor may also be classified as വേരിയബിൾ ആൻഡ് പ്രീസെറ്റ്. ഓക്കെ, അതായത് നമ്മൾ 90% എന്ത്
കപ്പാസിറ്ററുകളെ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഹെവി വാല്യൂ അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന കപ്പാസിറ്ററിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, വേരിയബിൾ കപ്പാസിറ്റർ എന്ന്. അപ്പോൾ ഈ വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 0 to ഏതാണോ മാക്സിമം വാല്യൂ അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, വാരി ചെയ്യാൻ പറ്റും കപ്പാസിറ്ററിൻ്റെ വാല്യൂ. 0 മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമറും അതുപോലെ റിയോസ്റ്റാറ്റുകളും ഒക്കെ പറയുന്നത് പോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, വാരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ വേരിയേഷൻ വരുന്ന കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഫിക്സ്ഡ് കപ്പാസിറ്ററിൻ്റെ പോലെ എന്തായിരിക്കില്ല, ഹെവി വാല്യൂ ഉള്ളതായിരിക്കില്ല. അതായത് വലിയ വാല്യൂ ഉള്ള കപ്പാസിറ്ററുകൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ കപ്പാസിറ്റർ ഫംഗ്ഷൻ ഒരിക്കലും വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, പ്രീസെറ്റായിട്ട് ഡിഫറൻറ്റ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ കൊടുക്കുക എന്നല്ലാതെ, ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഒരിക്കലും വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. വേരിയബിൾ കപ്പാസിറ്റർ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, 100 പീക്കോ ഫാരഡ് വരെയാണ്. നമുക്കറിയാം, നമ്മൾ മൈക്രോ ഫാരഡുകളും മില്ലി ഫാരഡുകളും ഒക്കെ ഉള്ള പല കപ്പാസിറ്ററുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ വരെ ഒന്നും കൂട്ടാവില്ല. മാക്സിമം പോയ 100 പീക്കോ ഫാരഡ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതായത് ഒരു മൈക്രോ ഫാരഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, 1 മൈക്രോ ഫാരഡ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ രണ്ടായിട്ട് വീണ്ടും തരച്ചിട്ടുണ്ട്, വേരിയബിൾ ആൻഡ് പ്രീസെറ്റ്. അതായത് വേരി ചെയ്തിട്ട് പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂകൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്നതും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെ തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സ്ഡ് കപ്പാസിറ്ററുകളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഫങ്ഷൻസിനല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സാണ്. ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സിനെ നമുക്കറിയാം, ഫിക്സ്ഡ് കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്താണ്, ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ടാവും. അത് എന്താണ്, നമ്മൾ അത് പോളറൈസ് ചെയ്യാണ്. പോളറൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചാർജ് ചെയ്യുന്നു. പോളറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റിന് 2 ചാർജ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതായത് 2 ടെർമിനലിനും ഒന്നിന് പോസിറ്റീവ് ചാർജ് ഒന്നിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലേ? അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആകുമ്പോൾ അതെന്താവും, ഡൈപോൾ ഉണ്ടാകുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും തിരിച്ചു കൊടുക്കുമ്പോൾ എന്താവാനും, ഡിസ്ചാർജ് ആവാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിലും കപ്പാസിറ്റൻസ് കാണാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻഡക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കപ്പാസിറ്റൻസ് ഉണ്ടാവും. കാരണം ഓരോ കമ്പിച്ചുരുളുകളാണ്, ആ ഓരോ കമ്പിച്ചുരുളിൻ്റെ ഇടയിലും എന്തുണ്ട്, എയർ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ 2 ലൈനിന് ഫേസിന് ന്യൂട്രൽ ഒരു ടവറിൻ്റെ മുകളിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. കാരണം എന്താണ്, ആ 2 കണ്ടക്ടറിൻ്റെ ഇടയിലും എന്തുണ്ട്, ഒബ്വിയസ്ലി എന്തുണ്ടാവും, എയർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലും എന്തുണ്ടാവും, ഒരു ചാർജിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നത്, ലൈനുകൾ എർത്ത് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡൈഇലക്ട്രിക് എന്താണോ, അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്താണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ്ഡ് കപ്പാസിറ്ററുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ച സോളിഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് എന്ത്, സെറാമിക് എന്ന് പറയുന്നത്. പോൾസലൈൻ പോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ, സ്റ്റാറ്റൈറ്റ് പോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്താണ്, സെറാമിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് പറയുന്നത് പോലെ തന്നെ ആ കപ്പാസിറ്ററിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് എന്താണ്, ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാമിക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാമിക് ആയതുകൊണ്ടാണ് അതിന് എന്ത് പേര് വരാൻ കാരണം, സെറാമിക് കപ്പാസിറ്റർ എന്ന് പേര് വരാൻ കാരണം. ഇതിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
ലോസ് ഫാക്ടർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലോസ് എന്തായിരിക്കും, കുറവായിരിക്കും. ലോസ് ഫാക്ടർ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കും കപ്പാസിറ്റർ. അതായത് നമ്മൾ ഒരു ചെറിയ വേരിയേഷൻ ടെമ്പറേച്ചറിലോ ബാക്കിയുള്ളതിലൊന്നും വന്നാലും എന്താണ്, റീസണബിൾ ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിരിക്കും ഒട്ടുമിക്ക സമയത്തും. ഓക്കെ. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ്, അതായത് പല ടൈപ്പ് സെറാമിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ആധികാരികത എത്രയാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സെറാമിക്കുകളെ അനുസരിച്ചിരിക്കും, ഏത് സെറാമിക്കാണ് യൂസ് ചെയ്യുന്നതിന് എന്നനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ സെറാമിക് ഡൈലക്ട്രിക് ഡു നോട്ട് ഗിവ് ആസ് ഹൈ ലെവൽ ഓഫ് കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് വോളിയം ആസ് സം ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ. അതായത് വേറെയുള്ള കപ്പാസിറ്ററിനെ അപേക്ഷിച്ച് സെറാമിക് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവൽ കപ്പാസിറ്റൻസ് അല്ല, പെർ യൂണിറ്റ് വോളിയത്തിൽ ഹൈ ലെവൽ കപ്പാസിറ്റൻസ് ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ അല്ല എന്തെന്ന് പറയുന്നത്, സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ടിപ്പിക്കലി റേഞ്ച് ഇൻ വാല്യൂ ഫ്രം ഫ്യൂ പീക്കോ ഫാരഡ്സ് ടു വാല്യൂ ഓഫ് 0.1 മൈക്രോ ഫാരഡ്. അതായത് പീക്കോ ഫാരഡ് മുതൽ 0.1 മൈക്രോ ഫാരഡ് വരെയൊക്കെയാണ് എന്തിൻ്റെ, സെറാമിക് കപ്പാസിറ്ററിൻ്റെ എന്ത് വാല്യൂ എന്ന്, വേരിയേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വേരിയബിൾ വാല്യൂ, അതായത് ചെറിയ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, സെറാമിക് കപ്പാസിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്ക് ടൈപ്പ് കപ്പാസിറ്ററുകളാണ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക്സ് ലാബുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ബ്രൗൺ നിറത്തിൽ എന്ത് ഉള്ള ഡിസ്ക് കപ്പാസിറ്ററാണ് എന്തെന്ന് പറയുന്നത്, സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ സൈഡ് വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആ ബ്രൗൺ നിറത്തിൽ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിൽ കാണിച്ചിട്ടുള്ളത് ഇലക്ട്രോഡ് പ്ലേറ്റ് ആണ്. മെറ്റാലിക് ഇലക്ട്രോഡ് അല്ലെങ്കിൽ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ ഒരു എൻഡിൽ എന്തെന്ത് കണക്റ്റിംഗ് വയറുകൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് എൻഡിലും. അതുപോലെ ആ ബ്ലൂ നിറത്തിൽ കാണുന്നതാണ് എന്ത്, സെറാമിക് എന്ന് പറയുന്നത്, അതായത് ഡൈലക്ട്രിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു സെറാമിക് മെറ്റീരിയൽ കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, സെറാമിക് കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. സെയിം തന്നെയാണ് എല്ലാ കപ്പാസിറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിംഗ് സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ റേഡിയോ റിസീവറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ ഫർണസുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹൈ വോൾട്ടേജ് ലേസർ പവർ സപ്ലൈയിൽ, പവർ സർക്യൂട്ട് ബ്രേക്കറിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹൈ ഡെൻസിറ്റി ആപ്ലിക്കേഷനും PCBയിൽ, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളിലൊക്കെ നമ്മൾ സർക്യൂട്ടുകളിൽ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക് കപ്പാസിറ്റർ അല്ലെങ്കിൽ സെറാമിക് കപ്പാസിറ്ററുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് പേപ്പർ കപ്പാസിറ്ററുകളാണ്. പേപ്പർ കപ്പാസിറ്ററുകൾ എന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഡൈലക്ട്രിക്. പേപ്പർ കപ്പാസിറ്ററിൽ പേപ്പർ ആയിരിക്കും ഡൈലക്ട്രിക്. സാധാരണ പേപ്പർ നമുക്ക് ഡൈലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇംപ്രിഗ്നേറ്റഡ് പേപ്പറാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക, ഡൈലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കപ്പാസിറ്റർ ആണ്. സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ്. ദീസ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് പവർ ലൈൻ ഫ്രീക്വൻസി വിത്ത് എ കപ്പാസിറ്റൻസ് ഓഫ് 1 നാനോ ഫാരഡ് ടു 1 ഫാരഡ്. അതായത് നാനോ ഫാരഡ് മുതൽ 1 ഫാരഡ് വരെ ഒക്കെ എന്ത് ചെയ്യാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്ററുകളാണ് എന്തെന്ന് പറയുന്നത്, പേപ്പർ കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക്കൽ ഫീൽഡുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റോർസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും, അത്രയും ചാർജ് അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും പേപ്പർ കപ്പാസിറ്റർ. അതുപോലെ തന്നെ എ പേപ്പർ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 മെറ്റാലിക് പ്ലേറ്റ്സ് വിത്ത് ഇലക്ട്രിക്കൽ മെറ്റീരിയൽ പേപ്പർ ബിറ്റ്വീൻ ദം. അതുപോലെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പേപ്പറാണ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക. ആ ഒരു സ്മോൾ എമൗണ്ട് ഇലക്ട്രിക്കൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിനെ ഒരു പ്ലേറ്റും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ചാർജിന് ഒരു പ്ലേറ്റും നെഗറ്റീവിന് ഒരു ചാർജും അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഡൈപോൾ ഉണ്ടാവും. ദിസ് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ്. അപ്പോൾ ആ ഡൈപോൾ ഉണ്ടായി കഴിയുമ്പോൾ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ആവും.
അതുപോലെ തന്നെ പേപ്പർ കപ്പാസിറ്ററിനെയും നമ്മൾ എന്താ ബേസിക്കായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പേപ്പർ ഷീറ്റ് കപ്പാസിറ്ററും മെറ്റാലൈസ്ഡ് പേപ്പർ കപ്പാസിറ്ററും. രണ്ട് തരം പേപ്പറുകൾ യൂസ് ചെയ്യുന്നതിനാണ്. ഷീറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചാൽ അതിനെ പേപ്പർ ഷീറ്റ് കപ്പാസിറ്റർ എന്നും, മെറ്റലൈസ്ഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചാൽ മെറ്റലൈസ്ഡ് പേപ്പർ കപ്പാസിറ്റർ എന്നും നമ്മൾ പറയുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും റിംഗ് ടൈപ്പ് ആണ് ഉള്ളത്. അതിലെന്താണ് ബ്ലൂ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത് കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ആ രണ്ട് കണ്ടക്ടറിൻ്റെ ഇടയിൽ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇൻസുലേറ്റർ ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, പേപ്പർ, യെല്ലോ കളറിലുള്ള പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് റോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കപ്പാസിറ്റർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ഷേപ്പാണ് ബി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ് എന്തിൽ കാണിച്ചിട്ടുള്ളത്, എ എന്ന് പറയുന്ന സ്ഥലത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് അപ്ലിക്കേഷൻസ്. അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഏതാണ്, ഇലക്ട്രോണിക് സിസ്റ്റത്തിനേക്കാൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരാണ്, പേപ്പർ കപ്പാസിറ്ററിനെയാണ്. യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്ലിക്കേഷൻസ്. അതുപോലെ പവർ കണ്ടീഷനിങ് സിസ്റ്റം, അതുപോലെ ഡി സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്തിട്ട് എ സി സിഗ്നലിനെ മാത്രം കടത്തി വിടും ഏത് കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർ ഓഡിയോ സിസ്റ്റത്തിൽ എന്തിനാ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസറുകൾ, എയർ ഹ്യൂമിഡിറ്റിയും ഫ്യൂൽ ലെവലൊക്കെ മെഷർ ചെയ്യാനുള്ള സെൻസറുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നോയിസ് ഫിൽറ്ററിങ്, സിഗ്നൽ കപ്ലിങ്, അതുപോലുള്ള റിമോട്ട് സെൻസറിങ്ങിലൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ സർക്യൂട്ടുകളുടെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പേപ്പർ കപ്പാസിറ്റർ ആണ്. അതുപോലെ സിഗ്നൽ പ്രോസസ്സിങ്ങിന്, ട്യൂണിങ് സർക്യൂട്ടുകളിൽ, സ്പീക്കറുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഏതാണ്, പേപ്പർ കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈക്ക കപ്പാസിറ്റർ ആണ്. These capacitors are classified into two types, namely silver mica capacitor and damped mica capacitor. അതായത് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് അതിനെ സിൽവർ മൈക്ക കപ്പാസിറ്റർ എന്നും ഡാംപ്ഡ് മൈക്ക കപ്പാസിറ്റർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ സിൽവർ മൈക്ക കപ്പാസിറ്റർ ആർ യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ക്ലാംപ്ഡ് മൈക്ക ഡ്യൂ ടു ദർ ലോവർ ക്യാരക്ടറിസ്റ്റിക്സ്. കൂടുതലും എന്താണ് സിൽവർ മൈക്കയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് മറ്റേതിൻ്റെ എന്താണ് ലോവർ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട്. ജനറലി മൈക്ക കപ്പാസിറ്റേഴ്സ് ആർ ലോ ലോസ് കപ്പാസിറ്റർ വിച്ച് ആർ യൂസ്ഡ് വെൻ ഹൈ ഫ്രീക്വൻസീസ് റിക്വയർഡ് ദർ വാല്യൂ ഡസൻറ്റ് ചേഞ്ച് മച്ച് ഓവർ ടൈം. അതായത് ലോസ് ഫാക്ടർ കുറവാണ്, അതുകൊണ്ട് ലോ ലോസ് കപ്പാസിറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, അതായത് ട്രാൻസ്മിഷൻ റിസീവിങ് സെക്ഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്ക കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അത് കൂടുതൽ സമയം യൂസ് ചെയ്താലും അതിനെന്തില്ല, അതിൻ്റെ വാല്യൂവിൽ വലിയ വേരിയേഷനോ ടെമ്പറേച്ചർ വേരിയേഷനോ വേറെ എന്തെങ്കിലും വേരിയേഷനോ ഒന്നും വന്നാലും അതിൻ്റെ വാല്യൂവിൽ വലിയ വേരിയേഷൻ വരാത്തതുകൊണ്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, മൈക്ക കപ്പാസിറ്ററുകളാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഷീറ്റുകളാണ് മൈക്ക കോട്ടഡ് വിത്ത് ലെൻ ഷീറ്റ് ഓർ സിൽവർ. സിൽവറുകളുടെ കോട്ടിങ് കൊണ്ടോ, സിൽവറുകളാണ് എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഷീറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിൽവറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കോട്ട് ചെയ്യാണ്. ദ തിൻ ലേയേഴ്സ് വെർ സെക്യൂർഡ് ആൻഡ് ഇലക്ട്രോൺസ് വെർ ആഡഡ് ത്രൂ ഫിസിക്കൽ ഡിഫക്ട്സ് ബോത്ത് ലേയേഴ്സ്. അതായത് there are little air gaps which damaged the precision of clamped mica capacitors. അതായത് ഇതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും, അതിൻ്റെ ആക്യുറസിയിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തിൻ ലേയേഴ്സ് വെർ സെക്യൂർഡ് ആൻഡ് ഇലക്ട്രോൺസ് വെർ ആഡഡ് ത്രൂ. അതായത് തിൻ ലേയേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവാനുള്ള ഫിസിക്കൽ ഡിഫക്ട്സും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ എയർ ഗ്യാപ്പുകൾ എന്താണ് അക്യുറസിയിലും വേരിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആയിട്ട് കാണിക്കുന്നത്. ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മൈക്ക എന്ന് പറയുന്നത്. മെറ്റൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ സിൽവർ ഫോയിലുകളാണ് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അത് രണ്ട് ടെർമിനലുകളായിട്ട്, രണ്ട് പ്ലേറ്റുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് 4 ലെയറുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 4 മൈക്ക ലെയറിനെ. എന്നിട്ട് അതിനെ രണ്ട് ലെയറിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു സെക്ഷനിലേക്കും മറ്റ് സൈഡിലേക്കും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് 2 ടെർമിനൽസ്. നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുള്ള 2 ടെർമിനലായിട്ട് യൂസ് ചെയ്യുന്നത്.
അത് രണ്ടുമാണ്. ഓക്കെ, ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് റിപ്പിൾ ഫിൽറ്ററാണ്. റിപ്പിൾസിനെയൊക്കെ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. അതുപോലെ ഡീകപ്ലിംഗ് ഫോർ ജനറൽ ഇലക്ട്രോണിക് ഡിവൈസസുകൾ റീകപ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റെസണൻസ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, അതായത് പിന്നെ RLC സർക്യൂട്ടുകളൊക്കെ പോലെയുള്ള റെസണൻസ് സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കപ്ലിംഗ് സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൈം കോൺസ്റ്റന്റ് സർക്യൂട്ടുകൾ, ഹൈ പവർ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്ററുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫെൻസീവ് ഇലക്ട്രോണിക്സ് ഡിവൈസസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് പോലുള്ള സ്ഥലത്തൊക്കെ പവർ ട്രാൻസ്ഫർ സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ ആൻഡ് TV ട്രാൻസ്മിറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്താ ഹൈ ഫ്രീക്വൻസി ആവശ്യമുള്ള സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് റേഡിയോ ആൻഡ് ട്രാൻസ്മിറ്ററുകൾ. കേബിൾ TV ആംപ്ലിഫയറുകൾ, ഹൈ വോൾട്ടേജ് ഇൻവെർട്ടർ സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്ക കപ്പാസിറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ, അതായത് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ എന്തായിട്ട് ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഹൂസ് ആനോഡ് ഹാസ് എ ഹയർ ഓർ മോർ പോസിറ്റീവ് വോൾട്ടേജ് ദാൻ കാഥോഡ്. അതായത് പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ് ഇലക്ട്രോലൈറ്റിക്, അതായത് പൊളാരിറ്റി ഉള്ള എന്താണ് കപ്പാസിറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആനോഡിന് എന്താണ് മോർ പോസിറ്റീവ് ദാൻ കാഥോഡ് ആയിരിക്കും. As the same suggests, it is a polarized capacitor and electrolytic capacitor function is used in electrolyte to operate with higher, more positive voltages on the anode than cathode. Therefore, the anode terminal denoted with a positive sign while the cathode with a negative sign. അതുകൊണ്ട് ഹയർ പോസിറ്റീവ് ചാർജ് എന്തിനുള്ളത് കൊണ്ട് ആനോഡിന് കാഥോഡിനേക്കാളും ഉള്ളത് കൊണ്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ആനോഡിന് ഒരു പോസിറ്റീവ് സൈനും കാഥോഡിന് ഒരു നെഗറ്റീവ് സൈനും കൊടുക്കുകയാണ്. നമ്മൾ പക്ഷേ റിവേഴ്സ് പൊളാരിറ്റി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഡൈഇലക്ട്രിക്കിനെയും കപ്പാസിറ്ററിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പൊളാരിറ്റി മാറ്റി കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 layers ഓഫ് അലൂമിനിയം ഫോയിൽ ആണ്, പ്ലെയിൻ ഫോയിൽ ആൻഡ് എച്ച്ഡ് ഫോയിൽ. ദ 2 foils ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ഇലക്ട്രോലൈറ്റ്. ടു സെറ്റ് അപ്പ് എ പൊളാരിറ്റി ഓഫ് 2 foils they are anodized by chemical growing thin layer of aluminum oxide to form of anode and distinguishes itself from the cathode. അത് അലൂമിനിയം ഓക്സൈഡ് ആണ് കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊരു ഇലക്ട്രോലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെപ്പറേറ്റ് ചെയ്തത്. In this process of electrolytic capacitor construction, the cathode and the anodized anode are formed, which is separated by an electrolyte. അതായത് നമ്മൾ എന്താണ് ഈ ആനോഡൈസ് ചെയ്ത, അതായത് പോസിറ്റീവ് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് അനോഡൈസ് ചെയ്ത ആനോഡും അതുപോലെ തന്നെ കാഥോഡും എന്താണ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ഫിഗറും അതുപോലെ തന്നെ സിമ്പലുമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ടെർമിനൽ അനോഡൈസ് ചെയ്ത അലുമിനിയം ഓക്സൈഡ് ആണ്, ഫിലിമാണ് എന്ത് ചെയ്യുന്നത്, ആ പോസിറ്റീവ് എന്ന് എഴുതി റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അത് മറ്റേ അലുമിനിയം ഫോയിലിന് ഗ്രീൻ നിറത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് എന്തിനില്ല, പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അപ്പോൾ ആനോഡിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ മറ്റേന് നമ്മൾ എന്തോന്നും നെഗറ്റീവ് കൊടുക്കും. അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ സെൻറ്ററിൽ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഫിൽറ്ററിങ് ആപ്ലിക്കേഷൻ, റിപ്പിൾ റെഡ്യൂസ് ചെയ്യാൻ, പവർ സപ്ലൈകൾ റിപ്പിളുകൾ റെഡ്യൂസ് ചെയ്യാൻ, അതിന് ലോ പാസ് ഫിൽറ്റർ, അതായത് ഫിൽറ്ററുകളായിട്ട് നമുക്കറിയാം റെക്ടിഫയറുകളിലും ഇതിലൊക്കെ എന്തുണ്ട്, നമ്മൾ റെക്ടിഫയറുകളിലൊക്കെ ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റിപ്പിളുകൾ, അതായത് നമുക്ക് കിട്ടുന്നത് സ്മൂത്ത് DC ആയിരിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ, റിപ്പിളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽറ്ററുകളായിട്ടൊക്കെ ലോ പാസ് ഫിൽറ്ററുകളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആഡിയോ ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിൽറ്റർ ഹമ്മിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കപ്പാസിറ്ററും കൂടി ഉണ്ട്, പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്റർ എന്ന് പറയും. അതായത് പ്ലാസ്റ്റിക് ഫിലിമിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാം, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് അല്ല ഇൻസുലേറ്റീവ് ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത്, പ്ലാസ്റ്റിക് ഫിലിം
എന്ന് പറയുന്നത്. പോളിസ്റ്റീരീൻ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Plastic is a lot denser than paper and conducting external plastics are most exchange. Plastic film can be standard higher temperature and considered much as stable than paper. അതായത് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ടെമ്പറേച്ചർ ഒക്കെ ഹൈലി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്ററിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാം. വേണമെങ്കിൽ പേപ്പർ കപ്പാസിറ്റർ പോലെ തന്നെ പേപ്പർ ഇൻസുലേറ്ററിന് പകരം എന്ത് യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഈസ് കാൾഡ് വേരിയബിൾ കപ്പാസിറ്റർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീരിയൽ സർക്യൂട്ട് ദ കപ്പാസിറ്റർ ക്യാൻ ബി ട്യൂൺഡ് ഡിസർവ്ഡ് വാല്യൂ. The variable capacitor can be further classified into three: trimming capacitors, tuning capacitors and dielectric capacitors. അതായത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്ന കപ്പാസിറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന് ട്രിമ്മിങ് കപ്പാസിറ്ററുകൾ, ട്യൂണിങ് കപ്പാസിറ്ററുകൾ, ഡയലക്ട്രിക് കപ്പാസിറ്ററുകൾ എന്നായിട്ട് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. Whenever the capacitance of a capacitor is changed based on the necessity of certain range of values known as variable capacitor. The two plates of this capacitor can be made of metals. One plate is fixed and another one is moved. The range of capacitance is provided by capacitor 10 picofarad to 500 picofarads. അതായത് 10 picofarad മുതൽ 500 picofarad വരെയൊക്കെ എന്ത് വരുള്ളൂ, അതിൻ്റെ വേരിയേഷൻ വരുള്ളൂ. ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേറ്റുകൾ എന്ന് പറയുന്നത് മൂവബിളായിട്ടും. ഒരു പ്ലേറ്റ് മൂവബിളോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പ്ലേറ്റുകൾ മൂവബിൾ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ. ദ കൺസ്ട്രക്ഷൻ ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ ഷോൺ ഇൻ ബിലോ. ജനറലി ദീസ് കപ്പാസിറ്റേഴ്സ് ആർ മെയ്ഡ് വിത്ത് 2 sets ഓഫ് empirical metal plates which is divided through air gaps. One set of the metal plates fixed and the other one is connected to the shaft, so that the user can allow tuning assembly. This capacitance can be done when it is needed. So the construction each type capacitor varies based on its type. അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്ലേറ്റ് ആയിരിക്കും. അതായത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്ലേറ്റ് ആയിരിക്കും. അതായത് ആ ഫിക്സ്ഡ് പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മൂവിങ് പ്ലേറ്റ്സിനെ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. മൂവിങ് പ്ലേറ്റ്സിനെ ഓരോന്നിനെ ആഡ് ചെയ്യുമ്പോഴും ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. രണ്ടാമത്തത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എയർ എന്തായിട്ടുണ്ടാവും, ഡയലക്ട്രിക് ആയിട്ടുണ്ടാവും. ഒന്നാമത്തെ പ്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതും ഈ ഒന്നാമത്തെ പ്ലേറ്റും തമ്മിൽ എന്താവും, ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ പ്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതും ഒന്നാമത്തെ പ്ലേറ്റും രണ്ടാമത്തെ പ്ലേറ്റും ഈ രണ്ടാമത്തെ ഇവിടെ ഫിക്സ്ഡ് പ്ലേറ്റും തമ്മിൽ എന്തുണ്ടാവും, ഒരു കപ്പാസിറ്റൻസ്. അപ്പോൾ അങ്ങനെ കൂടി കപ്പാസിറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ. അതാണ് വേരിയബിൾ കപ്പാസിറ്റൻസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ LC സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി, LC സർക്യൂട്ടിൽ റെസൊണൻസ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയോയിലൊക്കെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ സൗണ്ട് ട്യൂണിങ്ങിനും അതുപോലെ സ്റ്റേഷൻ ട്യൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേരിയബിൾ റിയാക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇംപിഡൻസ് മാച്ചിങ്ങിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റിന ട്യൂണേഴ്സിൽ ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.